എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തിക് നാരായണൻ്റെ സംവിധാനത്തിൽ വന്ന നിറങ്ങൾ മൂன்று എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പടത്തിൽ നമ്മുടെ റഹ്മാൻ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് വരുന്നു. അതായത് എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിട്ട് വരുന്നു. അപ്പോൾ റഹ്മാൻ്റെ മോളെ വന്നിട്ട് അതേ സ്കൂളിൽ പഠിക്കുന്ന റഹ്മാൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ഒരു ചെക്കൻ തന്നെ സ്നേഹിക്കുന്നു. അതേ സന്ദർഭത്തിൽ വന്നിട്ട് അവിടുത്തെ ഒരു പോലീസ് അധികാരിയായിട്ട് ശരത് കുമാർ വരുന്നു. അവരൊരു കറക്റ്റഡായ ഒരു ഓഫീസറാണ്. അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തല്ലിപ്പൊളി പോലീസുകാരൻ. അടുത്ത് വന്നിട്ട് അഥർവേനെ കാണിക്കുന്നു. അഥർവ വന്നിട്ട് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അയാളുടെ ഒരു സ്റ്റോറി വന്നിട്ട് അവിടെ ഒരു വലിയൊരു ഡയറക്ടർ കട്ടെടുക്കും. അതിനുവേണ്ടി ആ മോഷണത്തിനെതിരെ എനിക്കൊരു ന്യായം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കഥാപാത്രങ്ങളെയും ജോയിൻ ചെയ്യുന്ന വിധത്തിലാണ് വന്നിട്ട് റഹ്മാൻ്റെ മോളായി വരുന്ന അമ്മു അഭിരാമി ഈ കഥയിൽ വരുന്നത്. ഈ പടം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ അമ്മു അഭിരാമിനെ വൺ സൈഡായി സ്നേഹിക്കുന്ന ചെക്കനുണ്ടല്ലോ, അവൻ വന്നിട്ട് കാലത്തിങ്ങനെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിൽ വന്നിട്ട് ഒരു പെൺകുട്ടീനെ കടത്തുന്ന സീന് കാണിക്കും. അതേ ദിവസം തന്നെയായിരിക്കും വന്നിട്ട് ഈ അമ്മു അഭിരാമിയും മിസ്സായിരിക്കുന്നത്. ഇപ്പോൾ അവനൊരു സംശയം, അതായത് ഈ കടത്തപ്പെട്ടത് അമ്മു അഭിരാമിയാണോ അതോ വേറെ ആരെങ്കിലും ആണോ. അപ്പോൾ അതിനന്വേഷിച്ച് ഇവൻ പോകുന്നു. അങ്ങനെ ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാ ക്യാരക്ടറുകളും വന്നിട്ട് ഒരേ ഇതിൽ വന്നിട്ട് കൊണ്ടുവരുന്നൊരു കഥയാണ് ഈ കഥ. ഇപ്പോൾ ഈ പടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ക്യാരക്ടറിനും വന്നിട്ട് ഓരോ സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ വന്നിട്ട് അവരുടെ ഇന്നൊരു മുഖം അവർ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബോറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അവരെങ്ങനെ ഉണ്ടായപ്പോൾ നമുക്കെന്താ എന്നുള്ളൊരു രീതിയിൽ ഫീലിങ്സ് കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് ഒരു ക്യാരക്ടർ നമുക്ക് കണക്റ്റ് ആവത്തില്ല. ഒരു പടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്കും ചിരി വരണം, അവർക്ക് ഫീലിംഗ് ആയി കഴിഞ്ഞാൽ നമുക്കും ഫീലിംഗ് ആയി വരണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. പിന്നെ ഇതിൽ തലവേദന പിടിപ്പിക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഥർവ തന്നെയാണ്. അയാൾക്ക് ഇല്ലാത്ത സ്റ്റഫ് അടിക്കുന്ന എല്ലാ സ്റ്റഫിൻ്റെ പരിപാടിയുണ്ട്. അതല്ലാണ്ട് കഞ്ചാവ് വലിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ സ്റ്റോറി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് വലിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അയാൾ കഞ്ചാവ് വലിക്കുകയാണോ അതോ നമ്മളെ വലിക്കാൻ പഠിപ്പിക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോവും. അതേപോലെ അയാൾ കഞ്ചാവ് അടിച്ചിട്ട് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിക്കുന്ന കുറേ സീനുകൾ അതൊക്കെ എടുത്ത് വെച്ച് വളരെ നമ്മളെ വെറുപ്പിച്ച് കളഞ്ഞു. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ കഞ്ചാടിച്ചോ അല്ല നമ്മൾ തിയേറ്ററിൽ നിന്ന് കഞ്ചാവ് വലിച്ചിട്ട് സിനിമ കാണണോ എന്നുള്ള ഫീലിങ്ങിൽ മൊത്തത്തിൽ ഈ പടം എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടത്തിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ആ പടം റെഡിയാക്കിയ വിധത്തിൽ നോക്കുമ്പോൾ നമുക്ക് പടം എപ്പോഴാ തീരും, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാം എന്നുള്ളൊരു ഫീലിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ശരി, എന്നാൽ ബൈ.